തെറ്റു ചെയ്ത അടിമയോട് അത്രത്തോളം വാത്സല്യമുള്ളവനാണ് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല. അത് നമ്മൾ മറന്നു പോകരുത്. എന്താണ് വഹ്ശിയുടെ ചരിത്രമെന്നറിയുമോ? മദീനയിൽ നിന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊലപ്പെടുത്തിയ ശേഷം വഹ്ശിയെ എവിടെ കണ്ടാലും കൊന്നുകളയണമെന്ന് പ്രവാചകർ പറഞ്ഞപ്പോ അതാ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒളിച്ചോടുകയാണ്. മദീനയിൽ താമസിച്ചാൽ ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ എന്നെ കൊന്നുകളയുമെന്ന് കരുതിയിട്ട് മക്കയിലേക്ക് പോവുകയാണ് വഹ്ശി. അങ്ങനെ മക്കയിൽ ചെന്നു. ദിവസങ്ങൾ കടന്നുപോയി. വഹ്ശിക്ക് മാനസാന്തരം സംഭവിക്കുകയാണ്. ഞാൻ വലിയൊരു പാതകമാണല്ലോ ചെയ്തിട്ടുള്ളത്. ദുനിയാവിന്റെ സമ്പത്ത് മോഹിച്ചുകൊണ്ട് ധാരാളം സമ്പാദ്യം കിട്ടുമെന്ന മോഹത്തോടുകൂടി ഞാൻ വലിയ പാതകമാണല്ലോ ചെയ്തു വന്നിട്ടുള്ളത് എന്ന ചിന്ത വഹ്ശിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ വഹ്ശി പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ആലോചനകൾ തുടങ്ങുകയാണ്. ശ്രദ്ധിക്കണേ, ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എനിക്ക് എല്ലാം ശരിയാകുമല്ലോ, ഞാനൊരു നല്ല മനുഷ്യനായി തീരുമല്ലോ എന്ന ചിന്തയോടുകൂടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അതാ വഹ്ശി അല്ലാഹുവിന്റെ തിരുദൂതർക്കൊരു കത്തയക്കുകയാണ്, ഒരു എഴുത്തെഴുതുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിലേക്ക് ഒരു കത്ത് എഴുതി അയക്കുകയാണ്. എന്താണ് കത്ത്? ഒരാളെ കൊന്നയാൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിയുമോ? ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞ ആൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുമോ എന്നറിയാൻ വേണ്ടി വഹ്ശിയദാ പ്രവാചകർക്ക് കത്തെഴുതുകയാണ്. ഈ സമയത്ത് വിശുദ്ധമായ ഖുർആനിലെ ആയത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആയത്ത് നബി തങ്ങൾ അതാ വഹ്ശിക്ക് അറിയിക്കുകയാണ്. വഹ്ശിയാണ് എഴുതുന്നതെന്നറിയില്ല, വഹ്ശിയാണിത് ചോദിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ. മക്കയിൽ നിന്നാണ് എഴുത്തു വന്നിട്ടുള്ളത്. ഒരാളെ കൊന്നയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയുമോ? കടന്നു വരാൻ മോഹമുണ്ട്, പക്ഷേ എന്റെ മുമ്പിൽ തടസ്സമാകുന്നത് വിശുദ്ധമായ ഖുർആനിലെ ഒരായത്താണെന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതുകയാണ്. എന്താണ് ആയത്ത്? വഹ്ശിയദാ റസൂലുള്ളാഹി തങ്ങൾക്ക് കത്തിലൂടെ ആ ആയത്തിന്റെ ആശയം അറിയിക്കുകയാണ്. എന്താണ് ആയത്തെന്നറിയോ? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ യൽകാ സാമാ. വഹ്ശി മക്കയിൽ നിന്ന് മദീനയിലേക്ക് കത്തയക്കുകയാണ്. മുഹമ്മദ് എന്ന പ്രവാചകരെ, ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ 3 കാര്യങ്ങൾ എന്റെ മുമ്പിൽ തടസ്സം നിൽക്കുകയാണ്. 3 കാര്യങ്ങളാണ് എനിക്ക് തടസ്സമുള്ളത്. വിശുദ്ധമായ ഖുർആന്റെ ആയത്തിൽ പറഞ്ഞ 3 കാര്യങ്ങളാണ് എനിക്ക് തടസ്സമുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിയുകയില്ല. ഏതാണ് ആ 3 കാര്യങ്ങൾ എന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വല്ലദീന ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിനോടുകൂടെ മറ്റൊരു ദൈവത്തെ പങ്കുചേർക്കാത്ത ആളുകൾ. തെറ്റു ചെയ്തത് അല്ലാഹു പരിഹരിച്ചു കൊടുക്കുന്ന ആളുകളെ കുറിച്ചാ പറയുന്നത്. തെറ്റു ചെയ്തത് അല്ലാഹു പുറത്തു കൊടുക്കുന്ന ആളുകളെ കുറിച്ചാ പറയുന്നത്. അല്ലാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാത്ത ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാ പറയുന്നത്. പക്ഷേ ഞാൻ അല്ലാഹുവിനോട് പങ്കു ചേർത്ത ആളല്ലയോ, അതുകൊണ്ട് എനിക്ക് പുറത്തു തരുമോ എന്ന ഭീതിയാണ് മുമ്പിലുള്ളത്. വഹ്ശി കത്തെഴുതുകയാണ്. ഒന്നാമത്തെ ആശങ്ക, ഞാൻ അല്ലാഹുവിനോട് മറ്റു ദൈവങ്ങളെ പങ്കു ചേർത്തയാളാണല്ലോ, ശിർക്ക് ചെയ്തയാളാണല്ലോ, അതുകൊണ്ട് എനിക്ക് പുറത്തു തരുമോ എന്ന പേടിയാണുള്ളത്. രണ്ടാമതായി ഖുർആൻ പറഞ്ഞു, വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അവകാശമില്ലാതെ, അർഹതയില്ലാതെ, കൊല്ലാൻ പാടില്ലാത്ത ഒരു ശരീരത്തെ കൊലപ്പെടുത്തിയവരൊഴികെ ഞാൻ ആ കാര്യവും ചെയ്തിട്ടുള്ളവനാണ്. അർഹത
അർഹതയില്ലാതെ അവകാശമില്ലാതെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കൊന്നിട്ട് വന്നവനാണ്. ആ തെറ്റും ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്ന് ഭീതിയാണ്. ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, മുസ്ലിമാകാൻ എനിക്ക് മോഹമുണ്ട്. പക്ഷേ വിശുദ്ധമായ ഖുർആന്റെ ആയത്തിന്റെ മുമ്പിൽ തടസ്സം നിൽക്കുകയാണ്. ഒരാളെ കൊന്നവർക്ക്, അവകാശമില്ലാതെ മറ്റൊരാളെ കൊലപ്പെടുത്തിയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്ന് ഖുർആൻ പറയുമ്പോൾ അതെനിക്ക് തടസ്സമാവുകയാണ്. മൂന്നാമത്തെ കാര്യം, വിശുദ്ധമായ ഖുർആൻ പറയുന്നു വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവരാണ്. ഈ ആയത്തിന്റെ ശകലം കേട്ടപ്പോഴും ഭാഷ്യക്കത്തിൽ പറഞ്ഞു ഞാൻ അതും ചെയ്തിട്ടുള്ളയാളാണ്. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തവനാണ് ഞാൻ. ഒരാളെ അവകാശമില്ലാതെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹുവിനോട് മറ്റുള്ളവരെ പങ്കുചേർത്തിട്ടുണ്ട്, അതിനു പുറമെ ഞാൻ വ്യഭിചരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങളും ചെയ്തിട്ടുള്ളവനാണ്. ഈ ആയത്തിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ചെയ്തവനാണ്. വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമാ, ഈ മൂന്ന് കാര്യങ്ങൾ ആര് ചെയ്തുവോ അവർ കുറ്റക്കാരായി തന്നെ തുടരുന്നതാണ്, അവർ കുറ്റക്കാരായിരിക്കുന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതുമ്പോ, ഈ വശിയുടെ കത്ത് കിട്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഈ കത്ത് വായിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിലതാ മറ്റൊരു ആയത്ത് അവതരിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ, തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, ആ പാപങ്ങളിൽ നിന്ന് മുക്തമാകാൻ അവസരം നൽകിക്കൊണ്ട് വിശുദ്ധമായ ഖുർആനിലെ മറ്റൊരു ആയത്ത് നബി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. ഏതാണ് ആയത്തെന്നറിയുമോ? ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ فأولئك يبدل الله سيئاتهم حسنات. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഉറക്കച്ചൊല്ലി ഒരു 3 ഷഹാദത്തും ഇസ്തിഗ്ഫാറും ഒക്കെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഇസ്തിഗ്ഫാറും സ്വർഗ്ഗ ചോദ്യവും നരകത്തിൽ നിന്ന് കാവൽ തേട്ടവും നീ കബൂലാക്കണേ അല്ലാ. പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. നിന്റെ സ്വർഗത്തിൽ ഇടം നൽകണേ അല്ലാ. നരകാഗ്നിയെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വഹ്ശി എന്ന് പറയുന്ന ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു, പക്ഷേ 3 കാര്യങ്ങൾ തടസ്സമാവുകയാണ്. വിശുദ്ധ ഖുർആനിൽ എന്നും കുറ്റക്കാരായി തുടരുമെന്ന് പ്രഖ്യാപിച്ച 3 കാര്യങ്ങൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ പേരിൽ സങ്കടത്തിലാണെന്ന് പറഞ്ഞപ്പോ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് അല്ലാഹുവിന്റെ തിരുദൂതർ മറുപടിയായി പറയുകയാണ്. ഏതാണ് ആയത്ത്? ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. ഈ ആയത്ത് വന്നു. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ചവരൊഴികെ.
തെറ്റുകാരായി തുടരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സ അറിയിക്കുകയാണ് ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ചവരൊഴികെ. പശ്ചാത്തപിച്ച ആളുകൾ ഒഴികെ, ആമന, വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ. നേരത്തെ അള്ളാഹുവിനോട് മറ്റു വല്ലതിനെയും ശിർക്ക് ചെയ്ത ആളുകളാണ്, പങ്കുചേർത്തവരാണ്. അവർ തൗബ ചെയ്തുകൊണ്ട് വിശ്വാസം പുൽകിയാൽ ഒഴികെ, വഅമില അമലൻ സ്വാലിഹാ, പിന്നീട് സൽക്കർമ്മങ്ങൾ അമലും സ്വാലിഹ് ചെയ്തവരൊഴികെ. ഈ ഒരു ആയത്തിന്റെ ഈ ഒരു ഭാഗം മാത്രം ഭാഷിക്ക് പിന്നെയും പ്രശ്നമായി. എന്താ പ്രശ്നം? അങ്ങനെ ചെയ്ത ആളുകൾ 3 നിബന്ധനകളാ പറഞ്ഞത്. തൗബ ചെയ്യണം, ഈമാൻ ഉൾക്കൊള്ളണം, പിന്നീട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം. എന്നാൽ അവർക്ക് രക്ഷപ്പെടാം. അള്ളാഹു അവരുടെ തിന്മകൾ പോലും നന്മകളായി മാറ്റിക്കൊടുക്കും എന്ന് ഖുർആനിൽ ആയത്തിറങ്ങി. നല്ലതുപോലെ ആലോചിക്കണം, ചിന്തിക്കണം. നമ്മൾ വളരെയേറെ പഠിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. തെറ്റു ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്ത് അടുക്കാനുള്ള അവസരം അള്ളാഹു തുറന്നിട്ട് കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ കാര്യത്തിൽ അവൻ അള്ളാഹുവിലേക്ക്, വഹ്ശി എന്ന് പറയുന്ന മനുഷ്യന് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന വിധത്തിൽ 4 ആയത്തുകൾ അള്ളാഹു ഇറക്കി കൊടുത്തു. നോക്കൂ നിങ്ങൾ, തെറ്റു ചെയ്തതിന്റെ പേരിൽ ഖേദിച്ചുകൊണ്ട് എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിയൂലല്ലോ എന്ന് പരാതിപ്പെട്ടപ്പോൾ അതിന് പരിഹാരമായി അള്ളാഹു പറഞ്ഞു ഇല്ലാമൻ താബ, പശ്ചാത്തപിച്ച ആളുകൾക്കൊഴികെ. അവർക്കൊരു പ്രശ്നമല്ല, അവരെ അള്ളാഹു സ്വീകരിക്കും. ആമന, വിശ്വസിച്ച ആളുകൾ ഒഴികെ അവരെ അള്ളാഹു ഏറ്റെടുക്കും, വിശ്വാസം പുൽകിയാൽ മതി. അമില അമലൻ സ്വാലിഹ, പിന്നെ സൽക്കർമ്മങ്ങൾ ധാരാളമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ ഒഴികെ അവരെയും അള്ളാഹു ഏറ്റെടുക്കും. അവർക്ക് കുറ്റം നിലനിൽക്കുകയില്ല, അവരെ അള്ളാഹു സ്വീകരിക്കും, അവരെ അള്ളാഹു ഏറ്റെടുക്കും എന്ന ആയത്തിറങ്ങി. അവർ ചെയ്തിട്ടുള്ള, ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള തിന്മകൾ പോലും അള്ളാഹു നന്മയാക്കി പരിവർത്തിപ്പിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. ഈ ആയത്ത് വഹ്ശി കേട്ടപ്പോൾ വഹ്ശി പ്രതികരിച്ചത് എന്താണെന്നറിയോ? ഈ ആയത്തിലും ഒരു നിബന്ധനയുണ്ടല്ലോ. അള്ളാഹു എനിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവസരം ഒരുക്കി തന്ന ഈ ആയത്തിലും ഒരു നിബന്ധനയുണ്ടല്ലോ. എന്താണത്? 3ാമത്തെ നിബന്ധന, വഅമില അമലൻ സ്വാലിഹ, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യണമെന്ന ഒരു നിബന്ധനയുണ്ടല്ലോ. ഫലാ അദ്രി അൻ അഅമല അമലൻ സ്വാലിഹ, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അമലും സ്വാലിഹ് ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഈ ആയത്തിലും എന്റെ മുമ്പിൽ ഒരു തടസ്സമുണ്ട്, ഇസ്ലാമിലേക്ക് വരുന്നതിനൊരു തടസ്സമുണ്ട് എന്ന് വഹ്ശി അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എഴുതി അറിയിക്കുകയാണ്. ഈ ആയത്തിലും ഒരു നിബന്ധനയുണ്ട്, അത് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷം ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു എന്നെ ഏറ്റെടുക്കുകയില്ലേ എന്ന സംശയമാണ് വഹ്ശി മക്കയിൽ നിന്ന് മദീനയിലേക്ക് അറിയിക്കുന്നത്. ഈ സമയത്തെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലതുപോലെ ആലോചിക്കുക. വിശുദ്ധമായ ഖുർആനിലെ മറ്റൊരായത്ത് അവതരിക്കുകയാണ്. എന്താണ് ആയത്തെന്നറിയുമോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ويغفر ما دون ذلك لمن يشاء. 3ാമതൊരായത്ത് കൂടി ഓതി കേൾപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തൗബയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് അല്ലാഹു 3ാമത് ആയത്ത് അവതരിപ്പിക്കുകയാണ്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി, അല്ലാഹു അവനോട് ശിർക്ക് ചെയ്യുന്നത് ഒരിക്കലും പൊറുക്കില്ല, ശിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക്, അതിന് താഴെയുള്ളതെന്തും അല്ലാഹു പൊറുക്കുന്നതാണ്. ശിർക്ക് ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ശിർക്ക് എന്ന് പറയുമ്പോ ശിർക്ക് 3 വിധത്തിലുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന് റുബൂബിയത്തിലും ഉലൂഹിയത്തിലും പങ്കുചേർക്കൽ മാത്രമല്ല,
പക്ഷെ നമ്മളിൽ പലരും ശിർക്കെന്ന് പറയുന്നത് അത് മാത്രമായി കാണുകയാണ്. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ശിർക്കുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഇബാദത്തുകളിൽ, ആരാധനാ കർമ്മങ്ങളിൽ, നാം നിർവഹിക്കുന്ന അമലുകളിൽ റബ്ബിനോട് മറ്റൊന്നിനെയും പങ്കുചേർക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫ്. വമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, പരിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച കൂടിയാണത്. അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ മറ്റൊരാളെയും പങ്കു ചേർക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരാളെയും പങ്കു ചേർക്കാതെ നിർവഹിക്കാൻ പറ്റുന്ന, ഒരാൾക്കും ഒരു വിഹിതവും പോകാതെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നോമ്പിന് ലഭിക്കുന്ന പ്രതിഫലം അല്ലാഹുവിനെ കാണലാണ് എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. അസ്സൗമു ലീ വഅനാ അജ്സി ബിഹി എന്നുണ്ടല്ലോ. നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നത് അത് നോമ്പിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായതുകൊണ്ടാണെന്ന്. എന്താ നോമ്പിന്റെ പ്രത്യേകത? മറ്റൊരാൾക്കും കടന്നു വരാൻ കഴിയാത്ത, ഒരു നിലക്കും എത്തി നോക്കാൻ കഴിയാതെ അല്ലാഹുവും അടിമയും മാത്രം ബന്ധപ്പെടുന്ന ഒരു ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. അല്ലെ, ആലോചിച്ച് നോക്കൂ. മറ്റ് ഏതിലും പലർക്കും കടന്നു വരാം, ഏതിലും മറ്റൊരാൾക്ക് കടന്നു വരാം. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, അതിൽ മറ്റുള്ളവർക്ക് കടന്നു വരാൻ ഇടയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സ കാത്തു രക്ഷിക്കട്ടെ. മറ്റു ദാനധർമ്മങ്ങൾ, അതെല്ലാം അതിലൊക്കെ മറ്റുള്ളവർക്ക് കടന്നു വരാൻ ഇടയുണ്ട്. 10 ഹജ്ജ് ചെയ്ത ആളാണ്. 10 തവണയും ഹജ്ജിന് പോയത് എന്തിനാ ഹജ്ജിന് പോയത്? നാട്ടിലെ ഏറ്റവും കൂടുതൽ ഹജ്ജ് ചെയ്ത ആള് ഞാനായിരിക്കണം. നാട്ടിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് ചെയ്ത ആള് ഞാനായിരിക്കണം. എന്നെ കുറിച്ചാണ് ഹാജി, അൽ ഹാജ് എന്ന് വിളിക്കപ്പെടുന്ന ആള് ഞാനായിരിക്കണം എന്ന നിയ്യത്തോടു കൂടിയാണെങ്കിൽ കഴിഞ്ഞില്ലേ? ഹജ്ജ് 10 ചെയ്തിട്ടുണ്ട്, എന്ത് കാര്യം? എല്ലാത്തിലും മറ്റുള്ളവർക്ക് കടന്നു വരാനിടയുണ്ട്. എന്നാൽ നോമ്പ് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അതിൽ പ്രവേശനമില്ല. അടിമയും അള്ളാഹുവും മാത്രം ഇടപെടുന്ന ഒരു ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നോമ്പ് നിർബന്ധമാക്കിയ ചരിത്രം താരീഖുകളിൽ കാണാൻ സാധിക്കും. വലിയ അത്ഭുതമാണ്. ഞാനതിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. തങ്ങൾ വന്നാൽ പ്രസംഗം നിർത്തി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് ഈ സദസ്സ് വഴിമാറും. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, റബ്ബ് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. വ അനാ അജ്സി ബിഹി, നോമ്പിനുള്ള പ്രതിഫലം ഞാനാണെന്നാണ് അതിന്റെ അർത്ഥം. നോമ്പിനുള്ള പ്രതിഫലം നൽകുന്നവൻ ഞാനാന്ന് വെക്കാതിരുന്നാ മതി. നോമ്പിനുള്ള പ്രതിഫലം സംസാരിക്കണം. ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നോമ്പിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണെന്ന് വെക്കുമ്പോഴാണ് ചിലർക്കൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാവുന്നത്. അപ്പൊ മറ്റു ഇബാദത്തുകൾക്കൊക്കെ പ്രതിഫലം നൽകുന്നവൻ ആരാ? അള്ളാഹു തന്നെയാണ്. നിസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി തന്നെയല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്? ഉസല്ലി ലില്ലാഹി തആല എന്നല്ലേ നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത്? അള്ളാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു. അതല്ലേ ആരെങ്കിലും പള്ളിയിൽ വന്നിട്ട് ഉസല്ലി ലി അമീനിൽ ഹാദൽ മസ്ജിദി എന്ന് പറഞ്ഞ് നിയ്യത്തുണ്ട്. ഈ പള്ളിയുടെ സെക്രട്ടറിക്ക് വേണ്ടി നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്യോ? ഇല്ല. പള്ളിയുടെ പ്രസിഡന്റിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാറുണ്ടോ? ഇല്ല. അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് നിസ്കരിക്കുന്നത്. പിന്നെ എന്താ പ്രത്യേകം? അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണെന്ന് പറയാൻ കാരണം, നോമ്പിനെ പ്രത്യേകം അള്ളാഹു പരിഗണിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്തിനാ? മാത്രവുമല്ല അതിന്റെ രണ്ടാമത്തെ പാർട്ട് അനാ അജ്സി ബിഹി, നോമ്പിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണെന്ന് പറയുമ്പോൾ മറ്റുള്ള ഇബാദത്തുകൾക്കൊക്കെ വേറെ ആരാ പ്രതിഫലം തരിക? അള്ളാഹു തന്നെയല്ലേ.
അപ്പൊ എന്താണ് അതിന്റെ വിശാലമായ അർത്ഥം? മഹാന്മാര് പറയുന്നുണ്ട്, കിതാബുകളിൽ കാണാം, നോമ്പിന് അള്ളാഹു തന്നെയാണ് പ്രതിഫലം, വേറെ ഒരു പ്രതിഫലം കിട്ടാനില്ല. അതായത് നോമ്പുകാർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം നൽകുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വേറെ പല ഇബാദത്തുകൾക്കും മറ്റു പല പ്രതിഫലവും അള്ളാഹു തരും. ഹജ്ജ് ചെയ്താൽ ഹജ്ജിനുള്ള കൂലി ഉമ്മ പ്രസവിച്ചയാളെ പോലെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ദോഷങ്ങളിൽ നിന്നൊക്കെ കഴുകി വൃത്തിയാക്കി അള്ളാഹു ശുദ്ധീകരിച്ചു തരും. ഉംറ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്, നിസ്കരിച്ചാൽ അതിന് കൂലിയുണ്ട്, സ്വതക്ക ചെയ്തതിന് കൂലിയുണ്ട്, മറ്റു പലതിനും പല വിധത്തിലുള്ള കൂലികളുണ്ട്. സ്വർഗം പ്രതിഫലം നൽകുന്ന പരമാവധി നൽകപ്പെടുന്ന പ്രതിഫലം സ്വർഗമാണ്. എന്നാൽ നോമ്പ് അതിലും അപ്പുറമാണ്. നോമ്പിന് കിട്ടുന്ന പ്രതിഫലം സ്വർഗവുമല്ല, നോമ്പിന് കിട്ടുന്ന പ്രതിഫലം സ്വർഗമല്ല. റമളാനിനെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, അതിൽ മറ്റു സൽക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും. എന്നാൽ നോമ്പിന് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിനെ നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. അതൊരു വലിയ ഭാഗ്യമല്ലേ? അതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ അഭിലാഷം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ, അല്ലാഹുവേ, ഞാൻ നിസ്കരിക്കുന്നത് സ്വർഗം ലഭിക്കാനല്ല അല്ലാ, ഞാൻ നിസ്കരിക്കുന്നത് സ്വർഗം ലഭിക്കാനല്ല റബ്ബേ, ഞാൻ നോമ്പെടുക്കുന്നത്, ഞാൻ ഹജ്ജ് ചെയ്തത്, ഉംറ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇബാദത്തുകൾ ഏറെ ചെയ്യുന്നത് അത് സ്വർഗം കിട്ടാനല്ല റബ്ബേ. അങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ അമൽ ചെയ്യുന്നതെങ്കിൽ സ്വർഗം എനിക്ക് വേണ്ട അല്ലാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പറഞ്ഞ വാക്കുകൾ എന്താ? പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെയൊക്കെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ആഗ്രഹിച്ചത് സ്വർഗമല്ല, ലിലിഖാഇക യാ അല്ലാഹുവേ, ഞാൻ സൽക്കർമ്മങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്നെ കാണാനാണ് റബ്ബേ. നിന്നെ എവിടെ വെച്ചാണോ കാണുക അവിടെ എത്താനാണ് അല്ലാ. സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തന്നുകൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തിയാൽ പോരാ അല്ലാ. സ്വർഗത്തിന്റെ എവിടെയെങ്കിലും ഒരു ഇടം തന്നുകൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തിയാൽ പോരാ അല്ലാ. ലിലിഖാഇക യാ അല്ലാ, നിന്നെ കാണാനാണ് ഞാൻ ഇബാദത്ത് എടുക്കുന്നതെന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ കാണുക എന്ന വലിയ പ്രതിഫലമാണ് നോമ്പുകാർക്ക് അല്ലാഹു കൊടുക്കുന്നത്. അത് ആ വിധത്തിൽ നോമ്പ് നോൽക്കുമ്പോഴാണ്, ആ വിധത്തിൽ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴാണ് അത് ലഭിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് വിശദീകരിച്ചു പറയേണ്ട വിഷയമാണതൊക്കെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്ത്, അത് പഠിച്ചാൽ, അത് ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ നോമ്പും മുൻഗാമികൾ അനുഷ്ഠിച്ചിരുന്ന നോമ്പും എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ പറഞ്ഞ ആയത്ത്, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാക്ക് ഖുർആൻ പറഞ്ഞിട്ടില്ല. വളരെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്, ഒരുപാട് പഠിക്കേണ്ടുന്ന വിഷയം. അതൊക്കെ വിശദമായി പറയാൻ നമുക്ക് സമയപരിധിയുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഖുർആനിൽ എവിടെയെങ്കിലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കാണോ? ഇല്ല. ഖുർആൻ പറഞ്ഞത് എന്താ? കുത്തിബ അലൈക്കുമുസ് സിയാമു എന്നാണ്. കുത്തിബക്ക് നിർബന്ധമാക്കപ്പെട്ടു എന്ന അർത്ഥം നമ്മൾ വെക്കണല്ലേ, അല്ലേ? കത്തബയുടെ മജ്ഹൂലല്ലേ കുത്തിബ? കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ്, കുത്തിബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടു എന്ന അർത്ഥം. അങ്ങനെ തന്നെയല്ലേ, അല്ലേ? അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. പിന്നെ എവിടെന്നാ നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്ന അർത്ഥം കിട്ടിയത്? അത് ആ ആയത്ത് നമ്മൾ പഠിച്ചപ്പോഴാണ് കിട്ടിയത്.
ആ ആയത്ത് നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയപ്പോഴാണ് ആ അർത്ഥം ലഭിച്ചത്. കത്തബയുടെ അർത്ഥം എഴുതി എന്നാണ്. കുത്തിബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടു എന്നാണ്. കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു അസിയാമു, നോമ്പ്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ എഴുതപ്പെട്ടതുപോലെ. നല്ലോണം ആലോചിക്കാനുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ വല്ലാത്ത അത്ഭുതമാണ്. മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു സംഭവം ഖുർആനിൽ പറയുന്നില്ല. എന്നാൽ മുൻഗാമികളുടെ മേൽ നോമ്പ് രേഖയാക്കപ്പെട്ട ഒരു സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. അതേതാണ്? അത് മറിയം ബീവിയുടെ നോമ്പിനെ കുറിച്ചാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അത്ഭുതമാണ്. ആ നോമ്പാണെങ്കിലോ, നോമ്പ് നോറ്റു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ലാത്ത നോമ്പായിരുന്നു, സംസാരിക്കാനേ പാടില്ല. മറിയം ബീവി പറയുന്നുണ്ടല്ലോ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയ എന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്. മറിയം ബീവിയുടെ സംസാരം എന്താണ്? അതിന്റെ അർത്ഥം, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. നേർച്ചയാക്കിയ നോമ്പാവുമ്പോൾ നിർബന്ധ നോമ്പാവും, നേർച്ചയാക്കിയതാവുമ്പോൾ നിർബന്ധമായി തീരും. അപ്പൊ നിർബന്ധ നോമ്പ് ഞാൻ നോൽക്കാൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ഇന്ന് മനുഷ്യരോട് സംസാരിക്കുകയില്ല എന്ന് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു സംഭവം ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഒരു നോമ്പാണ് മുൻഗാമികളുടെ നോമ്പായിട്ട് ഖുർആനിൽ പരതിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നോമ്പിന്റെ അവസ്ഥ, നോമ്പ് നോറ്റാ മിണ്ടാനേ പാടില്ല. നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താ? നമ്മൾ നോമ്പ് നോറ്റാലേ മിണ്ടിക്കൊണ്ടേയിരിക്കും, അല്ലേ? ഇതല്ലേ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നോമ്പ് കാലത്തല്ലേ നമുക്ക് കൂടുതൽ പറയാൻ അവസരം കിട്ടുക. ഈ സദസ്സിൽ വന്നിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തിയല്ല കേട്ടോ പറയുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തോട് ഒരു ആലോചനക്ക് വേണ്ടി ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ്, അല്ലേ? നോമ്പ് കാലത്ത് സംസാരിക്കാൻ ഒഴിവ് കിട്ടുന്നത് പോലെ വേറെ എപ്പോഴെങ്കിലും കിട്ടാറുണ്ടോ? അങ്ങനത്തെ നോമ്പ് കൊണ്ട് എന്താ കിട്ടുക? നമുക്ക് നേടാൻ കഴിയുക? ആ നോമ്പ് കൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയുമോ? റബ്ബ് തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ കാണാൻ കൊതിയോടെയാണ് പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത്. അതിനു വേണ്ടിയാ നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വഹ്ശി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി കൊതിയോടുകൂടെ അള്ളാഹുവിന്റെ തിരുദൂതരോട് വീണ്ടും പറയുകയാണ്, നബിയേ, ഈ ആയത്തിലും ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ ആയത്തിലും ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഈ ആയത്തിൽ പ്രശ്നം? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് ചെയ്യുന്നത് അല്ലാഹു പുറത്തു തരൂല്ല. അതിന് താഴെയുള്ള എന്ത് തെറ്റാണെങ്കിലും അതെല്ലാം അല്ലാഹു പുറത്തു തരുന്നതാണ്. അപ്പൊ ശിർക്ക് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള തെറ്റൊക്കെ അല്ലാഹു പുറത്തു തരും, ശരി. പക്ഷേ ഇവിടെ ഈ ആയത്തിലും ഒരു നിബന്ധനയുണ്ടല്ലോ, ലിമൻ യശാ. എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു പറയുകയാണെങ്കിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. വഹ്ശി പറയാണ്, നിങ്ങൾ നല്ലതുപോലെ ആലോചിക്കും, ചിന്തിച്ചു നോക്കി. വഹ്ശി പറയുന്നത് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നു പറയുകയാണെങ്കിൽ ഞാനും അതിൽ ഉൾപ്പെടുമായിരുന്നു. പക്ഷേ ഇവിടെ അള്ളാഹു പറഞ്ഞത് ലിമൻ യശാ എന്നല്ലേ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കല്ലേ പുറത്തു കൊടുക്കുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടല്ലോ. അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടല്ലോ എന്ന് വഹ്ശിയത വീണ്ടും ആയത്തിലൂടെ അള്ളാഹുവിന്റെ തിരുദൂതനെ അറിയിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഹ്ശി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് അവസരമൊരുക്കിയിട്ട് നാലാമതൊരായത്ത് കൂടി അതാ അള്ളാന്റെ തിരുദൂതർ ഓതി കൊടുക്കുകയാണ്. അതാ വഹ്ശിയോട് അള്ളാഹുവിന്റെ തിരുദൂതർ അറിയിക്കുകയാണ്. എന്താണ് ആയത്തെന്നറിയുമോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുൽ ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഈ
ആയത്ത് അവതരിച്ചു. നാലാമതൊരായത്ത് കൂടി അവതരിച്ചു. ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവസരം ഒരുക്കി കൊടുത്തുകൊണ്ടാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രയേറെ തെറ്റു ചെയ്ത, വലിയ പാതകം ചെയ്ത ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, തെറ്റുകൾ മുഴുവൻ പുറത്തു കിട്ടാൻ അള്ളാഹു അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ 4 ആയത്തുകൾ ഈ വഹ്ശിയുടെ സംഭവത്തെ പശ്ചാത്തലമാക്കി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളായിരിക്കെ തെറ്റു ചെയ്ത നമ്മളോട് അള്ളാഹു പൊറുക്കാതിരിക്കുമോ? നമ്മളോട് അള്ളാഹു കരുണ കാണിക്കാതിരിക്കുമോ? നമ്മളോട് അള്ളാഹു കൃപ ചെയ്യാതിരിക്കുമോ? അതുകൊണ്ട് ഒരിക്കലും മടി കാണിക്കരുത്. അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിൽ നമ്മൾ മടി കാണിക്കരുത്. വഹ്ശിക്ക് 4-ാമതായി അള്ളാഹു ഇറക്കി കൊടുത്ത ആയത്തെന്താ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്ത അടിമകളെ, യാ ഇബാദി, സ്നേഹത്തോടെയാണ് അല്ലാഹു വിളിച്ചത്. എന്റെ അടിമകളെ എന്നാ വിളിച്ചത്. എപ്പോഴാ എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക? സ്നേഹമുണ്ടാകുമ്പോഴാണല്ലേ. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹത്തോടെ എന്റെ മോൾ, എന്റെ മോൻ എന്നൊക്കെ പറയപ്പോഴാ ആ മക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടാകുമ്പോഴാ. മക്കളോടെങ്ങാനും എന്തെങ്കിലും മുഷിപ്പ് നമുക്കുണ്ടെങ്കിലോ നമ്മൾ എന്താ പറയാ? ആ ചെറുക്കനാ പെണ്ണെന്നൊക്കെ പറയാം, അല്ലേ? അങ്ങനെയാ പ്രതികരിക്കുക. സ്നേഹമുണ്ടാകുമ്പോഴോ എന്റെ മോൻ, എന്റെ മോൾ എന്നാ പറയാ, എന്റെ കുട്ടി എന്നാ പറയാ. അവരോട് എന്തെങ്കിലും നമുക്ക് അകൽച്ചയുണ്ടെങ്കിൽ അത് ആ സ്വരത്തിൽ പ്രകടമാകും, നമ്മുടെ വാക്കുകളിൽ അത് പ്രകടമാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷിക്കട്ടെ. എന്നാൽ ഇവിടെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ വിളിക്കുന്നത് അത്ഭുതമാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അക്രമം കാണിച്ച എന്റെ അടിമകളെ, സ്നേഹത്തിന്റെ വിളിയോടുകൂടി അല്ലാഹു സംബോധനം ചെയ്യുകയാണ്. സ്നേഹത്തോടുകൂടി അല്ലാഹു സംബോധനം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അല്ലാഹു പറയുന്നത് അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്ത അഥവാ തെറ്റുകുറ്റങ്ങൾ ചെയ്ത, ദോഷങ്ങൾ ചെയ്ത അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകല്ലേ. അല്ലാഹു പറയുകയാണ്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരായി പോകരുത്. എന്നിട്ട് റബ്ബ് തആല പറയുകയാണ്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, തീർച്ചയായും അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്. എന്തു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊറുക്കുന്നവനാണ്. എല്ലാവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കുന്നവനാണ്. ഒരാൾക്കും അല്ലാഹു പൊറുക്കാതിരിക്കുകയില്ല. ഒരു ഉപാധിയും വെക്കാതെ, ഒരു നിബന്ധനയും വെക്കാതെ എല്ലാ ദോഷങ്ങളും എല്ലാവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന ആയത്തിറങ്ങുകയാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, തീർച്ചയായും അല്ലാഹു എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറ്റവും പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ഈ ആയത്ത് അവതരിച്ചപ്പോ അതാ വഹ്ശി അല്ലാഹുവിന്റെ തിരുദൂതരോട് കത്തിലൂടെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫലം അജിദ് ഫീഹാ ശർതൻ, ഞാൻ ഈ ആയത്തിൽ ഒരു ശർത്തുമില്ല, ഒരു നിബന്ധനയുമില്ലല്ലോ. അതുകൊണ്ട് അഖ്ദിമുൽ മദീനത യാ റസൂലല്ലാഹ്, ഞാനിതാ മദീനയിലേക്ക് വരികയാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് വഹ്ശിയത പരിശുദ്ധമായ ഇസ്ലാം ആശ്ലേഷിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. എവിടെ കണ്ടാലും കൊന്നുകളയണമെന്ന് നബി തങ്ങൾ ഓർഡർ ഇട്ടിട്ടുള്ള വഹ്ശിയത മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വരികയാണ്. മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. കാരണം നബി തങ്ങളുടെ മുമ്പിലെത്തുന്നതിന് മുമ്പ് ആരെങ്കിലും കണ്ടാൽ, സ്വഹാബികൾ കണ്ടാൽ തന്നെ കൊന്നുകളയുമല്ലോ. നബി തങ്ങളോടുള്ള ഈ
സംസാരവും സംഭാഷണവും ഒന്നും അവർക്കറിഞ്ഞുകൂടല്ലോ. അള്ളാഹു എന്റെ ദോഷങ്ങളൊക്കെ പുറത്ത് എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന ആയത്തിറങ്ങിയത് അവർക്കൊരു പക്ഷേ അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ടതാ വശി മുഖം മൂടി ധരിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു വരികയാ. മദീനയിൽ വന്നിട്ട് അള്ളാന്റെ തിരുദൂതരുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കത്തിലൂടെ ഒരാൾ നിങ്ങളോട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹം അറിയിച്ചപ്പോ 3 തെറ്റുകുറ്റങ്ങൾ അതിന്റെ മുമ്പിൽ തടസ്സമായി നിന്നപ്പോ അത് അല്ലാഹു പുറത്തു കൊടുത്തുവെന്ന് താങ്കൾ അറിയിച്ച ആളുണ്ടല്ലോ, ആ ആളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മുഖം മൂടി അങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞുകൊണ്ട് നാട് വിട്ടുപോയ വഹ്ശിയാണ് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. വഹ്ശിയാണ് ആ സദസ്സിൽ വന്ന് ചേർന്നിരിക്കുന്നത്. മുത്തുനബി തങ്ങൾ മുഖം തിരിക്കുകയാണ്. അള്ളാന്റെ തിരുദൂതരതാ വേദനയോടെ വിഷമത്തോടുകൂടി മുഖം തിരിക്കുകയാണ്. വഹ്ശി ആ സദസ്സിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലല്ലാഹ്. പുണ്യനബി തങ്ങളുടെ മുമ്പിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അതാ വിശുദ്ധമായ ഖുർആനിലെ ആയത്തോതി കേൾപ്പിക്കുകയാണ് നബി തങ്ങൾ. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഫഖല്ലി സബീലഹു, അവരെ വെറുതെ വിട്ടേക്കണേ. ഇനി അല്ലാഹു ആ മനുഷ്യനെ എല്ലാം പുറത്തു കൊടുത്ത് സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. സഹാബത്തിനെ ശാന്തരാക്കിയിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ വഹ്ശിയോട് പറയുന്നതെന്താ? വഹ്ശി, ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി നിങ്ങൾക്ക് അള്ളാഹു എല്ലാം പുറത്തു തന്നിരിക്കുന്നു. നിങ്ങളുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് വഹ്ശി. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ കാണുമ്പോ എവിടെ വെച്ചെങ്കിലും നിങ്ങളെ കണ്ടാൽ സ്നേഹനിധിയായ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും വഹ്ശി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും വഹ്ശി. നിങ്ങളെ കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടമാകും വഹ്ശി. കാരണം ഹംസയുടെ മുഖം എന്റെ മനസ്സിലേക്ക് കടന്നു വരും. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രദേശത്തൊന്നും താമസിക്കരുത്, ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കണേ വഹ്ശി. ഈ മദീനയുടെ പരിസരത്തൊന്നും നിങ്ങൾ താമസിക്കരുതെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ തിരുദൂതർ വഹ്ശിയെ തിരിച്ചയക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസദുല്ലാഹ് എന്ന് പേര് വിളിക്കപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞ, എല്ലാ തെറ്റുകളും ചെയ്ത, ശിർക്ക് ചെയ്തിരുന്ന, വ്യഭിചരിച്ചിരുന്ന വഹ്ശിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വഹ്ശിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നോറ്റുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സോടുകൂടി കരുതലോടെ കാവലോടെ കാത്തിരിക്കുന്നവരെ, എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിലും നാം പ്രതീക്ഷ കൈവിടരുത്, നിരാശപ്പെട്ടു പോകരുത്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടരുതേ. അല്ലാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ ആശയോടെ പ്രതീക്ഷയോടെ ദുആ ചെയ്യണം. അതിനുവേണ്ടി പാപമോചനത്തിന്റെ വഴികളിലേക്ക് നാം കടന്നു വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇസ്തിഗ്ഫാർ